നമസ്കാരം. ഇന്ത്യയിൽ ഇന്ന് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്ന ഒന്നാണ് CJPയുടെ സമരം. അതുതന്നെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമായി തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒന്ന് ഈ പറയപ്പെട്ട പോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നമുക്കറിയാം CNN അല്ലെങ്കിൽ NDTV പോലത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തകളെ എത്തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയാണ് CJP കൊക്കോ ജനതാ പാർട്ടിയുടെ സമരത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തോട്ട് കൊണ്ടുവരുന്നതല്ല. നമ്മളിതിൻ്റെ ഒരു കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പണ്ട് 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എങ്ങനെയാണോ പത്രമാധ്യമങ്ങളെ കയ്യിൽ കൊണ്ടു നടന്നത്, അതേപോലെയാണ് പിന്നീട് 2014 ശേഷം ഈ പറഞ്ഞ പോലെ രാജ്യത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളും, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് 18 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കൃത്യമായി BJP ചായ്വുള്ള ഒന്ന് തന്നെയാണ്. NDTV അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV, ഇതിൻ്റെയൊക്കെ ചായ്വ് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈവൻ നമ്മളെ മുഖ്യധാര കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്താൽ പോലും, ഏഷ്യാനെറ്റ് എടുത്താൽ പോലും അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഓഹരികൾ വഹിക്കുന്നതിൽ ഒന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരാണ്. അതുപോലെ തന്നെ മറ്റ് TVകൾ എടുത്തു കഴിഞ്ഞാൽ, റിപ്പോർട്ടർ ചാനൽ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇടതുപക്ഷ ചായ്വുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൈരളി ആയാൽ അത് പൂർണ്ണമായും CPMൻ്റെയാണ്, ജനൻ TV ആയാൽ പൂർണ്ണമായും BJPയുടെയാണ്. അതുപോലെ തന്നെ പല പാർട്ടികൾ, ജയ് ഹിന്ദ് ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും കോൺഗ്രസിൻ്റെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വിലക്ക് വാങ്ങിയിട്ടുള്ളത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അതിൽ തന്നെ ഒരു ഏകദേശം 80% മാധ്യമങ്ങളും ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത് അത് BJP തന്നെയാണ്. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി എങ്ങനെയാണോ പത്രമാധ്യമങ്ങളെ അടിച്ചമർത്തി തൻ്റെ കൈവെള്ളയിൽ ഒതുക്കിയിരുന്നത്, അതേ മുഷ്ടി ഒരുക്കിയിട്ട് തന്നെയാണ് ഇന്ന് പിൽക്കാലത്ത് നരേന്ദ്രമോദിയും മാധ്യമങ്ങളെ ഒതുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയുടെ ഒരു വരവോട് കൂടിയാണ് 2014 മോദി ആദ്യമായി ഭരണത്തിലേറുന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. പക്ഷേ അത് അത്തരത്തിലുള്ള പ്രചാരണത്തിലോട്ട് വരുന്നില്ല. പക്ഷേ അക്കാലം മുതൽ ഈ സാധനം പ്രാബല്യത്തിലുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള സാധനങ്ങളെല്ലാം 2014 ശേഷമാണ് വരുന്നത്. കാരണം ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വല്ലാണ്ട് സുലഭമായി വരുന്നതും ജിയോൻ്റെ കടന്നുവരവൊക്കെ ശേഷമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ആദ്യമായിട്ട് 2004 ഫെബ്രുവരി 4 ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമം വരുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ 2005 യൂട്യൂബ് വരുന്നത്. 2005 ഫെബ്രുവരി 14 പിന്നീട് 2006 ട്വിറ്റർ വരുന്നത്. 2006 ജൂലൈ 15 പിന്നീട് ട്വിറ്ററിൻ്റെ പേര് മാറ്റി X എന്നുള്ളൊരു പേരിലോട്ട് അത് കൊണ്ടുവരുന്നു. പിന്നീട് വാട്സപ്പ് വരുന്നു. 2009 ഫെബ്രുവരി 24 വാട്സപ്പ് വരുന്നത്. പിന്നീട് ഇൻസ്റ്റാഗ്രാം 2010 ഒക്ടോബർ 6 ഇൻസ്റ്റാഗ്രാം വരുന്നു. അങ്ങനെ പിന്നീട് ഏറ്റവും പുതിയ യുവാക്കളുടെ ട്രെൻഡ് അല്ലെങ്കിൽ യൂത്തിൻ്റെ ജെൻസികൾ, ആൽഫ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ട്രെൻഡായി വന്ന് പിന്നീട് സ്നാപ്ചാറ്റ് വരുന്നത് 2011 ജൂലൈ 8 അപ്പം ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വല്ലാണ്ട് വരവ് പ്രസക്തമായതോടുകൂടി ഇന്ന് ഇലക്ഷൻ ക്യാമ്പയിനിങ് പോലും ഈ പറഞ്ഞാൽ ആദ്യമൊക്കെ അവരുടെ ക്യാമ്പയിനിങ്ങും അവരുടെ പരസ്യത്തിനും വേണ്ടി മുഖ്യധാര മാധ്യമങ്ങൾക്കാണ് പൈസ കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നതെല്ലാം മാറ്റപ്പെട്ടു. ഇന്ന് ഈ പറഞ്ഞ പോലെ കൃത്യമായി ഈ പറഞ്ഞ പോലെ കൊളാബറേഷൻ, യൂട്യൂബിലെ പല ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, അജണ്ട കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി അർണബ് ഗോസ്വാമിയുടെയോ അല്ലെങ്കിൽ ഗോദി മീഡിയയുടെയോ അന്ത്യം കുറിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവാണ്. ഇപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് BJP അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തത് എന്നുള്ളത്. പലപ്പോഴും പല കാലഘട്ടങ്ങളായി BJP ഇത്തരം പ്രവണതകൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി നടന്ന ഈ CJP ഡൽഹി ജന്തർ മന്ദിറിലെ സമരത്തിൽ പോലും പല മാധ്യമങ്ങളും വന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് CBSEയുടെ ഫുൾ ഫോം എന്താണെന്നറിയോ, നിങ്ങൾക്ക് നീറ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ, ഇത്തരത്തിലൊക്കെ ചോദിക്കും. അതിന് കൃത്യമായ മറുപടി കുട്ടികൾ കൊടുക്കുന്നു. എന്നിട്ട് ആ കുട്ടികൾ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഗോദി മീഡിയയുടെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ഈ സാധനം വളച്ചൊടിച്ച് കൊണ്ടുപോയാലും ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ BJPക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പണികളും എടുക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് രംഗത്ത് വരുന്നത്. യൂട്യൂബിലെ ഒട്ടുമിക്ക ചാനലുകളും രംഗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സമരത്തിന് അല്ലാണ്ട് തന്നെ പല കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് BJP സർക്കാർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. CBI ഉപയോഗിച്ചും ED ഉപയോഗിച്ചും അതുപോലെ തന്നെ പല ഏജൻസികൾ, സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികൾ ഉപയോഗിച്ചും കൃത്യമായി BJPക്കെതിരെ പറയുന്ന, ഏറ്റവും അവസാനമായി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് BBC പറഞ്ഞപ്പോൾ BBCയുടെ പല ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നു. BBCക്കെതിരെയുള്ള പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ വരുന്നു. BBCയുടെ പല ഓഫീസുകൾക്കെതിരെയും അന്വേഷണം വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണോ BJPക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ഭാഗത്തു നിന്ന് കാര്യങ്ങൾ വരുന്നുണ്ടോ അതിനെതിരെ കൃത്യമായിട്ടുള്ള
നീക്കം BJP നടത്തുന്നു. അപ്പം ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇല്ലാണ്ടായ സമയത്താണ് ഈ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ യൂട്യൂബ് അടക്കമുള്ള പല സാമൂഹ്യ മാധ്യമങ്ങളുടെയും പ്രസക്തി വളരെയേറെ കൂടി വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ BBC-ക്കെതിരെ ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നു. BBC-യുടെ പല ഓഫീസുകളും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലോട്ട് പോകുന്നു. മാത്രമല്ല ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ചാനലിനെതിരെയും അതുപോലെ തന്നെ ദ വയർ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്കെതിരെയും കോവിഡിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്ത ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി BJP എടുക്കുന്നു. BJP-ക്കെതിരെ വാർത്ത കൊടുക്കുന്ന, സത്യം വിളിച്ചു പറയുന്ന പല മാധ്യമങ്ങളെയും പിൽക്കാലത്ത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള പ്രയത്നിച്ച പാർട്ടി തന്നെയാണ് BJP. മാത്രമല്ല UAPA സർക്കാരിനെതിരെ പറയുന്ന പല മാധ്യമങ്ങൾക്കെതിരെയും UAPA വരെ ചുമത്തി അകത്തിടാൻ നോക്കുന്നു. മാത്രമല്ല ഹത്രാസ് പീഡന കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മലയാളി സിദ്ദീഖ് കാപ്പൻ, അതുപോലെ തന്നെ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ ആൾട്ട് ന്യൂസ്, മാത്രമല്ല പല തരത്തിലുള്ള കാശ്മീരിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച പല നേതാക്കന്മാർ, അവരുടെ മാധ്യമങ്ങൾ, ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കെതിരെയും പിൽക്കാലത്ത് BJP കൃത്യമായ നടപടി എടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ തലത്തിൽ BJP-ക്കെതിരെ പറയുന്നു അവരെയൊക്കെ നിഷ്പ്രയാസം ഇല്ലാണ്ടാക്കുന്ന തരത്തിലോട്ട് BJP സർക്കാർ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ഏകാധിപത്യത്തിൻ്റെ പരമോന്നതയിൽ നിൽക്കുമ്പോഴാണ് BJP-ക്ക് ഈ ഒരു തിരിച്ചടി ഉണ്ടായത്. ഞാനിതൊക്കെ പറയാൻ കാരണം ഇക്കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരും TV-യിലല്ല വാർത്തകൾ കേൾക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ചാനലുകളും ഈ പറഞ്ഞ പോലെ അവർ സാറ്റലൈറ്റ് ചാനലായിരുന്നിട്ട് പോലും പലപ്പോഴും പല ചാനലുകളും സാറ്റലൈറ്റിൽ കൊടുക്കുന്ന എല്ലാ ന്യൂസും അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കൃത്യമായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. കാരണം യൂട്യൂബിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും TV-യിലല്ല കാണുന്നത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലോട്ട് തിരിയുന്നു, സോഷ്യൽ മീഡിയയിലോട്ട് തിരിയുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമരത്തിൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയ കൂടിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാരണം. കാരണം എക്കാലത്തും ഈ മെയിൻ സ്ട്രീം ചാനലിനെ കയ്യിലൊതുക്കാൻ പല കാലത്തും, അതിപ്പം മോദി മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്. അപ്പം ആരെയും ഈ വിഷയത്തിൽ ഞാൻ പരസ്യമായി വിമർശിക്കുകയോ അല്ലെങ്കിൽ അന്ധമായി സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇന്ദിരാഗാന്ധിയും ചെയ്തിട്ടുണ്ട്, പിൽക്കാലത്ത് അത് മോദിയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ വിപ്ലവ കാലത്ത് മോദി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറുവശത്ത് സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് പോലത്തെ പല സാമൂഹിക മാധ്യമങ്ങളും ഉണ്ട്. അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഈ സാധനങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തത് മോദി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ട്വിറ്ററൊക്കെ ഏറ്റവും നന്നായി യൂസ് ചെയ്ത രണ്ട് നേതാക്കന്മാർ ട്വിറ്ററിൻ്റെ വരവിൻ്റെ കാലത്ത്, ഒന്ന് തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂരായിരുന്നെങ്കിൽ മറ്റൊരാൾ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. 2004 തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ട്വിറ്റർ അടക്കമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി പോലും ട്വിറ്റർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നോളം ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കിയ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. അത് അദ്ദേഹം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2014 വന്ന അദ്ദേഹം 2019 ഏകദേശം 300-ൽ പരം സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നത്. എന്നിരുന്നാൽ പോലും മോദിക്ക് ഇനി പഴയ പോലെ മുഖ്യധാര മാധ്യമങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരൊറ്റ അജണ്ടയിലോട്ട്, മോദിയുടെ അജണ്ടയിലോട്ട് മാത്രം തിരിക്കുന്ന ആ ഒരു പ്രക്രിയ ഇനി സമകാലിക ഇന്ത്യയിൽ നടക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. അപ്പം ഇനി ഇതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതിനൊക്കെ സെൻസർഷിപ്പ് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ഈ പറഞ്ഞ പോലെ ഡൽഹിയിലെ കലാപം, ഡൽഹിയിലെ ഈ സമരവുമായി ബന്ധപ്പെട്ട ട്വീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ട, FB-യിൽ പോസ്റ്റ് ഇട്ട പല യൂട്യൂബർമാർക്കും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യുന്നു, ഇല്ലാണ്ടാക്കുന്നു എന്നുള്ള വാർത്തയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപത്യ പ്രവണത കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിലേറെ 10 മടങ്ങ് ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന മോദിയിലേട്ടും ഈ കാര്യങ്ങളെല്ലാം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും നിയമങ്ങൾ പുതുതായി പാർലമെൻറ്റിൽ മോദി കൊണ്ടുവരുമോ എന്നുള്ളതും, മോദിക്കെതിരെ സംസാരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഈ കാപ്പ ചുറ്റി ഈ പറഞ്ഞ പോലെ UAPA പറഞ്ഞുകൊണ്ട്, ED-യെ വിട്ടുകൊണ്ട്, CBI-യെ വിട്ടുകൊണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും പലവിധ ഏജൻസികളെയും വിട്ടുകൊണ്ട് ഇനിയും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.